ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലുവിൻ്റെ ബർത്ത്ഡേ ബ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:10 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പായസം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് നമ്മൾ ഇൻസ്റ്റൻറ്റ് പാൽ മിക്സ് ഉപയോഗിച്ചുള്ള പാലട പായസമാണ്. ഈസിയാണ്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് 200 ഗ്രാമിൻ്റെയാണ്. ഇതിന് ഏകദേശം നമുക്ക് ഒരു 85 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതിൽ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തതാണ്. ഇതിൽ മെയിനായിട്ട് ഷുഗറും അതേപോലെ തന്നെ പാലടയുടെ ആ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പഞ്ചസാര അഡീഷണൽ ചേർക്കാനുള്ള മധുരം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല, നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി പഞ്ചസാര വേണമെങ്കിൽ അഡീഷണലി ചേർക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് കവർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് നമ്മുടെ പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ്. നല്ല ഇരുട്ടാണ്, കാമാൻ ക്വയറ്റായിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 വീട് പണിയുണ്ടിട്ട് അതിൻ്റെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടാണ്, അല്ലാതെ വെട്ടമൊന്നുമല്ല. അപ്പോൾ നേരം വെളുത്ത് തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുക്കളയിലെ പണിയൊക്കെ ചെയ്യണം, രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം, അല്ലുവിനെ എഴുന്നേൽപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അല്ലുവിൻ്റെ പഴയൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് അല്ലുവിൻ്റെ പഴയൊരു ഫോട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പവും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ ഒക്കെ നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പവും തലേന്ന് നമ്മൾ മിക്സിയിലടിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടണം, നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. അതാണ് നമ്മുടെ രാവിലത്തെ പണി. അപ്പോൾ ഓൾറെഡി നമ്മൾ തലേന്ന് തന്നെ എല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഈസിയാണ് എല്ലാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. അപ്പോൾ ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന പാല് ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റൗവിൽ നമ്മൾ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചട്ടി ചൂടായ സമയത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കണ പോലെ ഇച്ചിരി മാവ് ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി നല്ല പൂ പോലത്തെ അപ്പമാട്ടെ എന്ന് ഉണ്ടാക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ പാല് വെച്ചിട്ടുണ്ട് ചായക്കുള്ളത്. അപ്പോൾ രാവിലെ തന്നെ പാല് വന്നുകൊണ്ട് നമ്മൾ ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ തിളച്ച പാലിലോട്ട് നമ്മൾ ഈ മിക്സ് നമ്മൾ എടുത്ത് വെച്ചേക്കണം മിൽമയുടെ ഈ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഒരു ക്രീമി രൂപത്തിലാവുന്നവരെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ഈസി ആയിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ് നമുക്ക് നമ്മുടെ പായസം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പുറത്തെ സ്റ്റവിൽ നമ്മുടെ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ അപ്പം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്തിട്ട് ഗ്യാസ് സ്റ്റോവിലോട്ട് മാറ്റണം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കണം. അപ്പം നമ്മുടെ ചായക്കുള്ള പാല് തിളച്ചിട്ടില്ല. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് തലേന്ന് മിക്സ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്കിന്ന് പിള്ളേർക്ക് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച നമ്മുടെ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട ചിക്കി ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ വെജിറ്റബിളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് എഗ്ഗും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് എഗ്ഗൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ വിളിക്കാം. മതി, അതെ ഇട്ടോളൂ. എണീറ്റേ എനിക്ക് ഗുഡ് മോർണിംഗ്. എണീറ്റോ. വിഷ് Happy birthday to you. Hello, public hello. Hello. Happy birthday.
ഇപ്പോൾ ഏകദേശം സമയം 5:50 ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ രാവിലെ പള്ളിയിൽ പോവാണ്. 6 മണിക്കാണ് കുർബാന. അപ്പോൾ മരട് പള്ളിയിലാട്ടോ നമ്മൾ പോണത്. അപ്പോൾ വേഗം തന്നെ നമ്മൾ കാർ എടുത്ത് 5:50 സംതിങ് ആയി. അപ്പോൾ തന്നെ നമുക്ക് ധൃതി പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോണത്. അപ്പം വേഗം നമ്മൾ പള്ളിയിലോട്ട് ചെന്നു. പള്ളിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി നമ്മൾ കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത്, അതുപോലെ മഫിൻസും ചോക്ലേറ്റൊക്കെ വെച്ചു. പിന്നെ 10th എൻ്റെ ഇതൊക്കെ വെച്ചു. പിന്നെ നമുക്ക് ഗുലാബ് ജാമൊക്കെ ചേച്ചി രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാം ചേച്ചി ഉണ്ടാക്കിയതാണ്. പിന്നെ പായസം നമ്മൾ ഇതിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പ്രേ ചെയ്യാൻ പോവാണ്. നമ്മൾ പ്രാർത്ഥിക്കാം ബർത്ത്ഡേ കേക്ക് മുറിക്കണതിന് മുമ്പ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഒരു വർഷം കൂടി എനിക്ക് അങ്ങ് തന്നതിൽ ഞാനങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച എല്ലാ നന്മകളെയും എനിക്ക് തന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എനിക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ എന്റെ തന്നെ ബലഹീനതകളുടെ ആഴങ്ങൾ മനസ്സിലാക്കി അങ്ങേ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും എന്റെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് എന്നെ വലിച്ചെടുപ്പിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റാൻ ഇടയാക്കണമേ. ഞാൻ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകളും പാഴാക്കി കളഞ്ഞ അവസരങ്ങളും അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളും ഓർത്ത് ദുഃഖിക്കുന്നു. എന്റെ ജീവിതം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ പുതിയ വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എന്റെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എനിക്ക് തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കരുപിടിപ്പിക്കുന്നതിനും എന്നെ സഹായിക്കണമേ. എനിക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും എനിക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും ഈ ദിവസം എന്നെ ഓർക്കുകയും അനുമോദിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി സമ്മാനിക്കുകയും ചെയ്യണമേ. മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവത്തെ ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുന്ന അനുഭവം ആശീർവാദം നൽകി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Anju. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear Allu. Happy birthday to you. അപ്പൊ ഇങ്ങനെ നീങ്ങ അപ്പൊ വരുമ്പോ കഴിക്കണം. പിന്നീട് ഓയിൽ തൊണ്ടിക്കൊണ്ട് മണ്ടി മമ്മി ചെല്ല്. മമ്മിയല്ലേ? എടാ വരട്ടെ, ധൃതി പിടിക്കാൻ തോന്നുന്നു. അത്ര വലിയ കടി അടിച്ചിട്ടല്ലേ, ചെറിയ കടി അടിച്ചാ പോലെ. ചെല്ലേ വേഗട്ടെ. ഞാൻ എങ്ങാണ് നോക്കണ്ട. അല്ലോ അല്ലോ ചെല്ലേ ഞാനു അതിനോട് മുടി ചിക്കൻ കറിയുണ്ട്.
അമ്മ സ്കൂൾ ബസ്സിലല്ലേ അതിന് കുറേ വേറെ ബസ്സുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിള്ളേർ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗ്, രാവിലത്തെ ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.